റഷ്യയുമായി അടുത്ത സൗഹൃദം നിലനിർത്തിയിരുന്ന രാജ്യമായിരുന്നു ജോർജിയ. ജോർജിയ റഷ്യയുടെ അതിർത്തിയോട് പങ്കിടുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള ഭീഷണിയാണെന്ന് പലരും പറയുന്നത് കേട്ടു. എന്നാൽ അത് പൂർണ്ണമായും സത്യമാവുകയാണ്. കാരണം റഷ്യയുടെയും യുക്രൈന്റെയും യുദ്ധം ഇപ്പോൾ അടുത്തു കിടക്കുന്ന മറ്റു രാജ്യങ്ങൾക്കും ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമായ ജോർജിയ ഇപ്പോൾ സംഘർഷ ഭൂമുഖമാണ്. നിരവധി രാജ്യങ്ങൾ ഇത്തരത്തിൽ സംഘർഷപൂരിതമാകുമ്പോൾ അത് തീർച്ചയായും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്താനുള്ള വഴികളാകുമെന്ന് തീർച്ചയാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിന്റെ അനന്തര ഫലങ്ങളും നമ്മൾ അനുഭവിച്ചതാണ്. ഇനി റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധമായിരിക്കാം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. അതിന്റെ കൂടെ അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ യുക്രൈനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കൃത്യമായ വളരെ വലിയ സേനകളാണ് യുദ്ധങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തയ്യാറാകുന്നത്. ജോർജിയയുടെ കാര്യം കൃത്യമായി പറഞ്ഞാൽ 2012 മുതൽ അധികാരത്തിലുള്ള ജോർജിയൻ ഡ്രീം പാർട്ടി അവരുടെ പാശ്ചാത്യ അനുകൂല നയങ്ങളിൽ മാറ്റം വരുത്തിയപ്പോൾ മുതൽക്കേ പുകഞ്ഞു തുടങ്ങിയ ആസൂത്രിത പ്രതിഷേധങ്ങൾ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നതിനുള്ള ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ നടക്കുന്ന തുടർച്ചയായ പ്രതിഷേധങ്ങളുടെ 5ാം ദിനത്തിലും ആളിക്കത്തുകയാണ്. ഒക്ടോബർ 26 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജോർജിയൻ ഡ്രീമിന്റെ വിവാദ വിജയമാണ് നിലവിലെ പ്രതിഷേധങ്ങൾക്ക് തുടക്കമിടുന്നത്. ഇപ്പോൾ റഷ്യയെ പിന്തുണയ്ക്കുന്നുവെന്ന പേരിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കണ്ണിലെ കരടാണ് ജോർജിയൻ ഡ്രീം പാർട്ടി. കോടീശ്വരനായ വ്യവസായി ബിറ്റ്സീന ഇവാനിഷ്വിലിയാണ് പാർട്ടിയുടെ നേതാവ്. തലസ്ഥാനമായ ടിബിലിസിയിലെ നിരത്തുകളിൽ ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് പോലീസുമായി ഏറ്റുമുട്ടുന്നത്. അതേസമയം പാശ്ചാത്യ അനുകൂല പ്രതിപക്ഷ സംഘം ആസൂത്രിതമായ അക്രമം സംഘടിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ഇറാക്ലി കൊബാഗിഡ്സെ ആരോപിക്കുന്നു. ജോർജിയയെ തങ്ങളുടെ സ്വാധീന വലയത്തിനുള്ളിൽ നിർത്തുന്നതിനായി റഷ്യ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തിയെന്ന ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്നാൽ ജോർജിയയുടെ യൂറോപ്യൻ യൂണിയൻ സംയോജനം സർക്കാർ നിർത്തിവെച്ചുവെന്ന അവകാശവാദം കൊബാഗിഡ്സെ നിഷേധിക്കുകയും ചെയ്തു. ജോർജിയയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനായി ശനിയാഴ്ച പ്രഖ്യാപിക്കുകയും യൂറോപ്യൻ യൂണിയൻ പ്രവേശന ചർച്ചകൾ നിർത്തിവെക്കാനുള്ള തീരുമാനത്തെ അപലപിക്കുകയും ചെയ്ത അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വിമർശനം അദ്ദേഹം തള്ളിക്കളഞ്ഞു. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവുമായി ചർച്ച ചെയ്ത നിലവിലെ പ്രശ്നം ഒരു പരിഹാരം കണ്ടെത്തുമെന്നാണ് ജോർജിയൻ പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത്. ഇതിനിടെ ജോർജിയയിൽ കാനഡ നടത്തുന്ന നീക്കങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. ജോർജിയയിൽ റഷ്യ നടത്താൻ ഉദ്ദേശിക്കുന്ന ഇടപെടൽ എന്താണെന്നതിൽ ആശങ്കയുണ്ടെന്നാണ് ലിത്വേനിയ, ലിത്തിയ, എസ്തോണിയ എന്നീ രാജ്യങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ കനേഡിയൻ വിദേശകാര്യമന്ത്രി മെലാനി ജോളി പറഞ്ഞത്. ജോർജിയയിലെ നിയമാനുസൃതമായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ പങ്കെടുക്കുന്നവർക്കെതിരെ ദേശീയ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ലിത്വേനിയ, ലാത്വിയ, എസ്തോണിയ എന്നീ ബാൾട്ടിക് രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമാന നീക്കത്തിന് തന്നെയാണ് കാനഡയും തയ്യാറാകുന്നത്. യുക്രൈൻ റഷ്യ സംഘർഷം ആരംഭിച്ചപ്പോൾ മുതൽക്കേ ഭയപ്പാടിലാണ് എസ്തോണിയ, ലാത്വിയ, ലിത്വിയ എന്നീ ബാൾട്ടിക് രാജ്യങ്ങളും പോളണ്ടും. റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന ബാൾട്ടിക് രാജ്യങ്ങൾ മുൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. യുക്രൈനു ശേഷം തങ്ങളാവുമ്പോൾ റഷ്യയുടെ ലക്ഷ്യമെന്നും അവർ ഭയപ്പെടുന്നു. മാത്രമല്ല ഒട്ടേറെ റഷ്യൻ ന്യൂനപക്ഷക്കാർ ഈ രാജ്യങ്ങളിലേക്കുണ്ട്. 2004 ബാൾട്ടിക് രാജ്യങ്ങൾ നാറ്റോയിൽ ചേർന്ന അമേരിക്കയുടെയും പാശ്ചാത്യ സഖ്യത്തിന്റെയും ഭാഗമായി. റഷ്യൻ അതിർത്തിയിലുള്ള പോളണ്ടും സമാന അധിനിവേശം ഭയക്കുന്നുണ്ട്. റഷ്യക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ശക്തമായി വാദിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ് പോളണ്ട്. നിലവിൽ ജോർജിയയിൽ തലസ്ഥാനത്ത് ആരംഭിച്ച പ്രതിഷേധം ക്രമേണ തലസ്ഥാനത്തിന് അപ്പുറവും വ്യാപിച്ചു കിടക്കുകയാണ്. ബറ്റൂമി, കുട്ടായിസി, റുസ്താവി തുടങ്ങിയ പ്രാദേശിക പട്ടണങ്ങളുടെയും നഗരങ്ങളുടെയും തെരുവുകളിൽ ജനക്കൂട്ടം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. രാജ്യത്തുടനീളം സ്കൂളുകളും സർവകലാശാലകളും സമരം വാക്കൌട്ട് ചെയ്തു. തീവ്ര പ്രതിപക്ഷവും അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളും ബോധപൂർവം തീർക്കുന്ന അരക്ഷിതാവസ്ഥയാണ് നിലവിൽ രാജ്യത്ത് അരങ്ങേറുന്നതെന്നാണ് ഭരണപക്ഷത്തിന്റെ നിലപാട്.